രാജ്യം പൊതു തെരഞ്ഞെടുപ്പിനൊരുങ്ങുകയാണ്. ജനങ്ങളുടെ വിശ്വാസം ആർക്കൊപ്പം എവിടെ എന്നതടക്കമുള്ള വിഷയങ്ങളാണ് പരിശോധിക്കുന്നത്. മുഖ്യപ്രചാരണ വിഷയങ്ങൾ ജനങ്ങൾ ഓരോ പാർട്ടിയിലും അർപ്പിക്കുന്ന വിശ്വാസം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുക. തീർച്ചയായും ഇതൊരു പ്രാഥമികമായ ഘട്ടം മാത്രമാണ്. രാഷ്ട്രീയമായ പ്രചാരണത്തിന്റെ ചൂടിലേക്ക് വന്നിട്ടില്ല, മണ്ഡലങ്ങൾ ഉണർന്നിട്ടില്ല, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സീറ്റ് വിഭജനത്തിലേക്കോ മുന്നണികൾ ഒരുക്കങ്ങളിലേക്കോ ഒന്നും പോയിട്ടില്ല. സ്വാഭാവികമായും ജനങ്ങളും അതിൻ്റേതായ ആലസ്യത്തിൽ തന്നെയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ അതിൻ്റെ ദേശീയ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ ഇപ്പോൾ വിശ്വാസം എന്ന വികാരത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് വിഷയത്തെ കാണുന്നത്? ഓരോ കാര്യങ്ങളും പ്രാഥമികമായ ഘട്ടത്തിൽ നിന്നും മാത്രമുള്ള ഒരു വിശകലനമാണ്. ആ നിലയിലുള്ള രാജ്യത്തെ ആകെ ഒറ്റ പോയിന്റിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഈ സർവേയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൻ്റെ ഒരു പ്രാഥമികമായ സാക്ഷ്യപത്രമാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് 18 നിങ്ങളുടെ മുന്നിലേക്ക് ആ വിധത്തിലാണ് ഇനിയുള്ള 2 മണിക്കൂറുകളിൽ എത്തുന്നത്. ഫസ്റ്റ് പോസ്റ്റ് ദി നാഷണൽ ട്രസ്റ്റ് സർവേ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ രാജ്യത്തെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങളെല്ലാം ചേരുന്ന ഈ സർവേയുടെ ഒരു ആമുഖമായി പറയാനുള്ളത്. ഈ സർവേയുടെ വിശദാംശങ്ങൾക്കൊപ്പം പങ്കുചേരുന്നത് CPM നേതാവ് PK ബിജു MP, കോൺഗ്രസ് നേതാവ് MLA ശ്രീ ശബരിനാഥ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ്, ഒപ്പം ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് അതിഥികളായി ഉണ്ടാവുക. ഓരോ ആ വിവരങ്ങൾക്കൊപ്പം അവർ ചേരും. മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്താണ് ഈ സർവേയുടെ ലക്ഷ്യങ്ങൾ എന്ന ചോദ്യമാണ്. ഈ ലക്ഷ്യങ്ങളിലൂടെയാണ് ഈ സർവേയുടെ ഓരോ പോയിന്റും കടന്നു പോകുന്നത്. ഓരോ പാർട്ടിയിലും ജനങ്ങൾക്കുള്ള വിശ്വാസം എന്ത്, ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ത്, പ്രാദേശിക രാഷ്ട്രീയ വികാരം മനസ്സിലാക്കുക. ആ നിലയിലുള്ള ജനങ്ങളുടെ ചിന്താഗതിയുടെ രൂപപ്പെടലിൻ്റെ ഒരു ഘട്ടം മാത്രമേ ആകുന്നുള്ളൂ. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് രാജ്യം ഉണരും മുമ്പ് ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നതാണ് പരിശോധിക്കുന്നത്. ആ നിലയിലുള്ള ലക്ഷ്യങ്ങളിലൂടെയാണ് ഓരോ പാർട്ടിയിലും ജനങ്ങൾക്കുള്ള വിശ്വാസവും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഒക്കെയാണ് വരുന്നത്. ഏതാണ്ട് 23 സംസ്ഥാനങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് ഈ സർവേ പൂർത്തീകരിച്ചിട്ടുള്ളത്. 23 സംസ്ഥാനങ്ങളിലാണ് ഈ സർവേ എത്തിയിട്ടുള്ളത്. ഫസ്റ്റ് പോസ്റ്റ് നാഷണൽ ട്രസ്റ്റ് സർവേ. ആ 23 സംസ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ അത് ലോക്സഭാ മണ്ഡലങ്ങളായി ക്രമീകരിച്ചാൽ 320 ലോക്സഭാ മണ്ഡലങ്ങൾ, അതിൻ്റെ പ്രാതിനിധ്യ സ്വഭാവം ഇതിനുണ്ട്. പ്രാതിനിധ്യം മാത്രമാണ്. 291 നഗരസഭാ വാർഡുകൾ ആ നിലയിൽ ക്രമീകരിച്ചാൽ മനസ്സിലാകും. 291 നഗരസഭാ വാർഡുകളുടെ പ്രാതിനിധ്യമുണ്ട്. അതിൽ 690 പഞ്ചായത്ത് വാർഡുകൾ ഉൾക്കൊള്ളുന്നു. ഈ നിലയിലാണ് 323 സംസ്ഥാനങ്ങളിലെ 320 ലോക്സഭാ മണ്ഡലങ്ങളെ പരിഗണിക്കാനാവുക. സർവേക്കായി തിരഞ്ഞെടുത്ത പ്രദേശങ്ങളാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്തവരെ സംബന്ധിച്ച് സ്ത്രീ പുരുഷ പ്രാതിനിധ്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. സർവേയുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ ആമുഖമായി പറയേണ്ടതുകൊണ്ടാണ് ഇത്തരം വിവരങ്ങൾ പങ്കുവെക്കുന്നത് പ്രേക്ഷകരുമായി. സർവേയിൽ പങ്കെടുത്തവർ 51% പുരുഷന്മാരും 49% സ്ത്രീകളുമാണ്. അതുതന്നെ ഈ പ്രായപരിധിയിൽ നിന്നുകൊണ്ടുള്ള പരിഗണനയിലേക്ക് പോയാൽ ഈ സ്ത്രീ പുരുഷ പ്രാതിനിധ്യത്തെ തന്നെ പ്രായപരിധിയിൽ ഒന്ന് കണ്ടാൽ 21% ആളുകളാണ് 18-നും 24-നും ഇടയിൽ വരുന്നത്. 25-നും 34-നും 25% ആ നിലയിൽ ആണ് പോകുന്നത്. 21%, 33%, 35-നും 44-നും ഇടയിൽ ഉള്ളത് 21% ആളുകളാണ് ഈ സർവേയിൽ പങ്കെടുത്തിരിക്കുന്നത്. 45 വയസ്സിനും 99 വയസ്സിനും എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഒരു പ്രായപരിധിയാണ് ഏറ്റവും അവസാനമായി പരിഗണിച്ചിട്ടുള്ളത്. അതിൽ 33% ആളുകളും പങ്കെടുത്തിരിക്കുന്നു. ആ നിലയിൽ സർവേയിൽ പങ്കെടുത്തവരെ നേരത്തെ സൂചിപ്പിച്ച പോലെ 51% പുരുഷന്മാരും 49% സ്ത്രീകളും പങ്കെടുത്ത ഈ സർവേയിൽ പ്രായപരിധിയിൽ നിന്നുകൊണ്ടുള്ള വ്യത്യസ്തമായ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കാണുന്നത്. ആ നിലയിൽ സർവേയിൽ പങ്കെടുത്തവരെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ഈ നിലയിലാണ് സർവേയുമായി ബന്ധപ്പെട്ട് ആമുഖമായി പറയാവുന്നത്. സർവേ അതിൻ്റെ ലക്ഷ്യം തീർച്ചയായും വളരെ പ്രാഥമികമായ തെരഞ്ഞെടുപ്പ് കാലത്തിൻ്റെ ഒരു വളരെ പ്രാഥമികമായ ഒരു ഘട്ടത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ഭരണവും ഭരണവിരുദ്ധ വികാരവും ഒക്കെ വോട്ടായി പാർട്ടികൾ മാറ്റുന്നതിൻ്റെ ചൂടുപിടിച്ച കാലത്തിലേക്ക് പോകും മുമ്പ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ ഈ ഘട്ടത്തിൽ കാണുന്നത്, വളരെ പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ മാറ്റങ്ങൾക്കും ഇടയിലോ അതിനു മുൻപോ ഒക്കെയായി സംഭവിച്ചതാണ് ഈ സർവേയിലൂടെ കണ്ടെത്തിയ വിവരങ്ങൾ എന്നതുകൂടിയുണ്ട്. ആ നിലയിൽ ഈ സർവേയ്ക്ക് ചുക്കാൻ പിടിച്ച ഇപ്സോസ് എന്ന സംഘടനയുടെ
എക്സിക്യൂട്ടീവ് ഡയറക്ടർ പാരിജാത് ചക്രവർത്തിയാണ് ആമുഖമായി ഈ സർവേയുമായി ബന്ധപ്പെട്ട അത്യാവശ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് ഈ വിശദാംശങ്ങളിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയാണ്. പാരിജാത് ചക്രവർത്തിയാണ് ഇപ്പോൾ ചേരുന്നത്, എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. മിസ്റ്റർ പാരിജാത് ചക്രവർത്തി, basically what are the methodology used by you to conduct this survey? All right, so this survey was done extremely carefully with all the statistical rigors and the precisions required across all the 23 states that we covered. All the states were broken into socio-cultural regions, which shows a great amount of homogeneity within itself and heterogeneity across. And within each socio-cultural regions we covered around 504 or more sample, which gives a pretty robust estimate at 95% confidence level. In Kerala there are two socio-economical regions, coastal and Malabar, and in both the places together we had more than 1,000 sample very systematically identified using PPS sampling. തീർച്ചയായും മുമ്പ് സൂചിപ്പിച്ചല്ലേ പാരിജാത് ചക്രവർത്തി ഇപ്പോൾ വിശദീകരിച്ചത് എങ്ങനെയാണ് ഈ പറഞ്ഞ 23 സംസ്ഥാനങ്ങളിലൂടെ 320 ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കും വിധം ഈ സർവേ പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി ക്രമീകരിച്ച് അതിൽ കേരളവുമായി ബന്ധപ്പെട്ട് കോസ്റ്റൽ മലബാർ മേഖല എന്ന നിലയിലുള്ള പരിഗണനയെക്കുറിച്ചുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പക്ഷേ എങ്കിലും കേരളം എന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പാരിജാത് ചക്രവർത്തിയോട് തന്നെ ഒരിക്കൽ കൂടി ചോദിക്കാം. Mr. Parijat Chakravarti, what are your observations regarding the data gathered from Kerala, especially? Well, Kerala has behaved differently as compared to the All India trend. While in All India level there are more positiveness for BJP, PM Modi, and so, Kerala is definitely swimming the other way around. So there are positiveness about Congress, Rahul, and as a result of that, many of the factors, be it trust on different institutions or be it something to do with the prediction of their behaviors, we see a lot of differences in Kerala. കേരളത്തെ ഈ സർവേയിലേക്ക് ഉൾപ്പെടുത്തിയപ്പോൾ കണ്ട പ്രത്യേകതകളെക്കുറിച്ചാണ് പറഞ്ഞത്. നിരവധിയായ വിഷയങ്ങൾ ഊന്നിയാണ് വോട്ടർമാർക്കിടയിലേക്ക് പോയിട്ടുള്ളത്. കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ മണ്ഡലം എങ്ങനെ ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നു എന്ന് പ്രത്യേകമായി നോക്കാം. അത് കേരളത്തെ സംബന്ധിച്ച് വളരെ രാഷ്ട്രീയമായ പ്രാധാന്യവും കൗതുകവും അടങ്ങിയതുമാണ്. അതിലേക്കടക്കമുള്ള വിശദാംശങ്ങളിലേക്കാണ്, ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളിലേക്കാണ് കടന്നു പോകുന്നത്. അതിനു മുമ്പ് രാജ്യം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലൂടെ കടന്നു പോവുകയാണ്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. തത്സമയം हमारे उद्यमी विकास की नई इबारत लिख रहे हैं. आज दुनिया की निगाहें हमारे युवा उद्यमियों और हमारी अर्थव्यवस्था पर टिकी हुई हैं. मेरे देशवासियों, देश के विभिन्न भागों में अपनी यात्राओं के दौरान मैं समाज के हर वर्ग के लोगों के साथ मिलता हूं और देखता हूं कि आम लोगों में कठिन परिश्रम और ईमानदारी से हासिल की गई उपलब्धियों के प्रति सराहना का भाव है. यह सराहना उन वरिष्ठ नागरिकों के विचारों में और भी साफ झलकती है जिन्होंने अभाव के दौर को देखा है. यह सफलता हम सब ने कड़ी मेहनत से हासिल की है. अनेक क्षेत्रों में हमने अभाव को प्रचुरता में बदला है. उदाहरण के लिए आज देश में खाद्यान्न का प्रचुर मात्रा में उत्पादन हो रहा है. रसोई गैस आसानी से मिल रही है. फ़ोन कनेक्शन लेना हो या पासपोर्ट बनवाना हो, बैंक में खाता खुलवाना हो या दस्तावेजों को प्रमाणित करना हो, इन सभी क्षेत्रों में सुधार और बदलाव दिखाई दे रहे हैं. महिला सशक्तिकरण के क्षेत्र में हो रहे सामाजिक बदलाव अत्यधिक महत्वपूर्ण हैं. हमारी बेटियां शिक्षा, कला, चिकित्सा और खेलकूद जैसे क्षेत्रों के अलावा हमारी तीनों सेनाओं और रक्षा विज्ञान जैसे क्षेत्रों में भी अपनी विशेष पहचान बना रही हैं. उच्च शिक्षण संस्थानों में पदक पाने वाले विद्यार्थियों में प्रायः बेटियों की संख्या बेटों से अधिक होती है. ऐसे बदलावों के बहुआयामी लाभ मिल रहे हैं. सबको साथ लेकर चलने की समावेशी भावना
भारत के विकास का मूल मंत्र है। इस विकास के दायरे में हम सभी देशवासी शामिल हैं। जन सुविधाएं सबकी पहुंच में हों तथा विकास के अवसर सभी को समान रूप से मिले, इस सोच के साथ हम आगे बढ़ रहे हैं। देश के संसाधनों पर हम सभी का बराबर का हक है, चाहे हम किसी भी समूह के हों, किसी भी समुदाय के हों या किसी भी क्षेत्र के हों। രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. നാഷണൽ ട്രസ്റ്റ് സർവേയിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. ഫസ്റ്റ് പോസ്റ്റ് ന്യൂസ് 18 നാഷണൽ ട്രസ്റ്റ് സർവേ. ഈ സർവേയിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാമൂഹ്യ പ്രശ്നങ്ങളാണ് ചോദ്യങ്ങളായി വോട്ടർമാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് പോയിട്ടുള്ളത്. അതിലൊന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്, അതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഒന്നൊന്നായി പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ചർച്ചയിലേക്ക് കൂടി പോവുക. 2019 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതിൻ്റെ പ്രചാരണത്തിൽ ഏതു വിഷയമായിരിക്കും നിർണായകമാവുക എന്ന ഒരു പൊതു ചോദ്യമാണ് ഒന്നാമത്തേതായി വരുന്നത്. രാജ്യം മുമ്പ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ചൂടിലേക്ക് എത്തും മുമ്പ് തന്നെ, തെരഞ്ഞെടുപ്പ് ചൂടിലെത്തും മുമ്പ് ഈ ഘട്ടത്തിൽ വികസന പ്രശ്നങ്ങൾക്ക് ജനങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നു. 85% പ്രാധാന്യം നൽകുന്നു എന്ന സൂചനകൾ. മത സാമുദായിക വിഷയങ്ങൾ എന്ന പൊതു വിശദീകരണത്തിൽ അടങ്ങുന്നത് 15% മാത്രമാണ്. ആ നിലയിലാണ് തീർച്ചയായും ഏറ്റക്കുറച്ചിലുകൾ, മാറിമറിച്ചിലുകൾ രാഷ്ട്രീയ പ്രചാരണ ചൂടിലേക്ക് പോകുമ്പോഴേക്ക് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പുകളിൽ കാണുന്ന വിഷയങ്ങൾക്ക് ലഭിക്കുന്ന വലിയ സ്വീകാര്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി പലതും മാറുന്ന സാഹചര്യമുണ്ട്. നിലവിലേതായാലും വികസന പ്രശ്നങ്ങൾ എന്നതിന് ജനങ്ങൾ വലിയ പരിഗണന നൽകുന്നു എന്നത് തന്നെയാണ് കാണുന്നത്. രാജ്യം ഒട്ടാകെ ഏതാണ്ട് 320ഓളം ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യമുണ്ട് എന്നതുകൊണ്ടാണ് അതിനൊരു സവിശേഷമായ സാഹചര്യം, പ്രത്യേകത വന്നു ചേരുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് റഫാൽ അഴിമതി, റഫാൽ കരാർ അഴിമതി എന്ന വിഷയം. അഴിമതി മുക്ത ഭരണം എന്ന അവകാശവാദവുമായി വന്ന സർക്കാരിനെ സംബന്ധിച്ച് ഈ വിഷയം മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ്, വിശേഷിച്ച് രാഹുൽ ഗാന്ധി ഏറ്റവും ശക്തമായി പ്രധാനമന്ത്രിക്കെതിരെ ഉന്നയിച്ച ഈ വിഷയത്തിൽ ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്നാണ് അന്വേഷിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കണക്കുകളാണ് വന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ റഫാൽ കരാർ നിർണായകമാകും എന്ന് വിലയിരുത്തൽ വരുന്നത് 55% ആളുകളിലാണ്. അങ്ങനെ ഇല്ല എന്ന് കരുതുന്ന 29% ആളുകൾ, ഇതിലൊരു നിലപാടെടുക്കാതെ അറിയില്ല എന്ന നിലയിൽ വിട്ടുനിന്നവർ 16%. ഏറ്റവും അവസാനം വന്നിട്ടുള്ള വളരെ സജീവമായി നിൽക്കുന്നൊരു വിഷയത്തിലുള്ള ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ ഒരു സൂചനയാണ്, ഈ ഘട്ടത്തിലെ സൂചനയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അതിൻ്റെ വലിയ ഡയമെൻഷൻസ് സ്വാഭാവികമായി ഉണ്ടാകാം. അതിനെ പ്രതിരോധിക്കുന്ന വലിയ നിലകളിലേക്ക് BJP പോകാം. അതിന് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൊണ്ടുപോവുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ വരുന്ന ജനങ്ങളുടെ പ്രതികരണത്തിൻ്റെ ഒരു സൂചനയാണ് അതിലുള്ളത്. ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ജനങ്ങളുടെ കാഴ്ചപ്പാടിലെ വിഷയങ്ങളും അതിൽ തന്നെ റഫാൽ എന്നതും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ആലോചനകളിലേക്ക് പോയാൽ, മുൻപ് സൂചിപ്പിച്ച പോലെ PK ബിജു MP, ശബരിനാഥ് MLA, അതുപോലെ തന്നെ ജേക്കബ് ജോർജ് എന്നിവരാണ് ഉള്ളത്. ശ്രീ ശബരിനാഥ്, ഈ സൂചനകൾ പലതും അനിഷ്ടകരങ്ങളാകാം, ഇഷ്ടമുള്ളതാകാം, സ്വീകാര്യമാകാം, അസ്വീകാര്യമാകാം. അതാണല്ലോ ഒരു സർവേയുടെ ഒരു പൊതു സ്വഭാവം. ആ നിലയിൽ നിന്നുകൊണ്ട് ഈ രണ്ട് ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത്. ഏത് വിഷയമായിരിക്കും നിർണായകമാവുക? അതിൽ തന്നെ റഫാൽ പ്രത്യേകവുമായി ചോദിച്ചാൽ ഈ കണക്കുകൾ കാണുമ്പോൾ ശബരിനാഥ്. അല്ല, ആദ്യമായി ഈ ഒരു സർവേക്കൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ സാധാരണയുള്ള ഒരു രാഷ്ട്രീയ സർവേക്കാൾ കൂടുതൽ ഒരു മൂഡ് ഓഫ് ദി നേഷൻ അളക്കുന്ന ഒരു സർവേയാണ്. അതിൽ ഈ ഫസ്റ്റ് പോസ്റ്റിൻ്റെയും CNN News 18-ൻ്റെയും ഈ ഒരു സർവേയിൽ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഈ ഒരു ഇത്രയും 55% ആളുകൾ റഫേൽ അഴിമതി ഒരു പ്രസക്തമായ വിഷയമാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും താഴെത്തട്ടിൽ വരെ റഫേൽ എത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും നല്ല ഒരു സൂചനയാണ്. കാരണം സാധാരണയുള്ള അഴിമതി ആരോപണങ്ങൾ കൂടുതൽ വളരെ പഠിച്ച് അതിൻ്റെ ഓരോ കണക്കുകൾ, അതിനുള്ള കൗണ്ടറുകൾ BJP-യിൽ പാർലമെൻറ്റിൽ ബഹുമാനപ്പെട്ട പ്രതിരോധ വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടും അതിന് മറുചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിയ അവസ്ഥയും, പിന്നെ സുപ്രീം കോടതിയിലും അതിനുള്ള കണക്കുകൾ കൊടുത്തതിൽ സർക്കാരിനുള്ള അവ്യക്തതയും ഇസും വാസും മാറ്റി സുപ്രീം കോടതിയിലെ സർക്കാർ കൊടുത്ത അഫിഡവിറ്റിലും അവർ വാക്കുകൾ മാറ്റി, ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ഒരു ആശ്വാസം ശബരിനാഥിൻ്റെ വാക്കുകളിൽ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്ലൂ കൂടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതുകൂടി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കാട്ടാം. പ്രധാനമന്ത്രിക്കെതിരായ റഫാൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ്. നിങ്ങളുടെ നേതാവ് ഏറ്റവും അധികം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിൽ ജനങ്ങൾ ഈ ഘട്ടത്തിൽ പറയുന്നത് കഴമ്പുണ്ട് എന്നാണ്. 65% ആളുകൾ പറയുന്നു പ്രധാനമന്ത്രിക്കെതിരായ റഫാൽ ആരോപണങ്ങളിൽ കഴമ്പുണ്ട്. ശബരിനാഥ്,
തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ എല്ലാ സമയത്തും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ശ്രീമതി നിർമ്മല സീതാരാമനെ വിട്ട് ലോക്സഭയിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് നമ്മൾ പറയുന്നത് നിങ്ങളെക്കുറിച്ചല്ല, നമ്മൾ പറയുന്നതും ഉന്നം വെക്കുന്നതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൗക്കീദാർ ചോർ ഹെ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാവൽക്കാരൻ കള്ളനാണ് എന്നുള്ള ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയുടെ ആ വാക്കുകൾ കുറുക്കിക്കൊണ്ടു. 55% ആളുകൾ റഫേലിൽ കഴമ്പുണ്ടെന്ന് പറയുമ്പോൾ അതിൽ 65% ആളുകൾ അതിൻ്റെ മുന ചൂണ്ടുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിലേക്കാകുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് കാണിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൽ ജനങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അലയടിക്കുന്നുമുണ്ട്. ഈ പറഞ്ഞ വിഷയത്തിൽ പി കെ ബിജു, താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? അതേസമയം തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഇപ്പോഴും വികസനമാണ് യഥാർത്ഥ പ്രശ്നങ്ങളെന്ന് കരുതുന്ന 85% ആളുകളുണ്ട്. ആ വികസനമാണ് മോദി സർക്കാർ ഏറ്റവും അധികം ഇന്ത്യൻ മധ്യവർഗത്തിന് മുൻപേ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്വാധീനമൊക്കെ വരുന്ന ചോദ്യങ്ങളിൽ പിന്നീട് കാണുകയും ചെയ്യാം. ആ വികസന പ്രശ്നത്തിന് വലിയൊരു പ്രാധാന്യം കാണുന്ന ജനത്തിന് മുൻപിലേക്കാണ് ഈ അഴിമതിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിപക്ഷ വിഷയങ്ങൾ സജീവമാക്കി കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ക്ലബ് ചെയ്യും ഈ പറയുന്ന രണ്ട് കാഴ്ചപ്പാടുകളെ? ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിഷയത്തിലും റഫാലിൽ കാട്ടുന്ന താല്പര്യത്തിലും ഒരു പൊരുത്തമുണ്ടോ? ശരത്ത്, 2019 തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും വരുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചത്. ഒന്ന്, 2014 വികസനമായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ മെറ്റീരിയൽ. അത് 4.5 വർഷം കഴിഞ്ഞു, 5 വർഷം പൂർത്തീകരിക്കാൻ പോകുന്നു. അപ്പം ഒരു കാര്യം, ഈ രണ്ട് ഘടകങ്ങളും BJP തുണക്കില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. കാരണം വികസനം എന്നത് പ്രചരണത്തിൽ മാത്രമാണ് മോദി 5 വർഷം ഈ രാജ്യത്ത് നടത്തിയ പ്രചാരണങ്ങളുടെ ഉള്ളടക്കം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, അതിന് രാജ്യത്തിൻ്റെ സമ്പത്ത് ഉപയോഗിക്കുക. ഇതാണിപ്പോൾ ബുള്ളറ്റ് ട്രെയിൻ, പിന്നെ സ്മാർട്ട് സിറ്റികൾ, ഇതൊക്കെ മോദി വലിയ തോതിൽ 2014 തെരഞ്ഞെടുപ്പ് വിജയിച്ച് പാർലമെൻറ്റിൽ അദ്ദേഹം കന്നി പ്രസംഗം നടത്തുമ്പോൾ ഊന്നി പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ യാഥാർത്ഥ്യം അത്ര അകലെയാണ്. രാജ്യത്തെ പ്രധാനപ്പെട്ട ജനവിഭാഗം കൃഷിക്കാർ, ഏതാണ്ട് 70% വരുന്ന ഇന്ത്യയിലെ ജനതയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഭരണം 5 വർഷം മോദി ഗവൺമെൻറ് നടത്തിയെന്നത് എത്രമാത്രം പ്രതിഷേധം ഗ്രാമപ്രദേശം മുതൽ നഗര കേന്ദ്രീകൃതമായ മേഖലയിൽ വരെ ഉണ്ടാകും എന്നത് വലിയ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ സഹായമാകും. അതുപോലെ റഫേൽ പോലുള്ള അഴിമതി റാഫേലിൽ മാത്രം ഒതുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഴിമതി വിരുദ്ധമായിട്ടുള്ള പ്രതിച്ഛായ കൊണ്ടുവന്ന ഗവൺമെൻറ് ഇപ്പോൾ അഴിമതി മറയ്ക്കാനുള്ള പരിശ്രമം നടത്തുന്നത് ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ ജനമധ്യത്തിൽ അപഹാസ്യമായി ഭരണ നേതൃത്വം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ 85% വികസനത്തെക്കുറിച്ച് പറഞ്ഞെങ്കിലും ബാക്കിയുള്ള 15% പറഞ്ഞത് മതം രാഷ്ട്രീയത്തിൽ ഇടപെടില്ല. അതിന് ഇടപെടിക്കാനുള്ള ശ്രമമാണ് ഇപ്പം ഈ കഴിഞ്ഞ പാർലമെന്റ് സെഷനിലും ഇനി വരാൻ പോകുന്നതിലും കാണാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതൊക്കെ എങ്ങനെ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നൊരു പ്രശ്നമാണ് ഓരോ ചോദ്യത്തിലും അറിയാനുള്ളത്. യോജിപ്പും വിയോജിപ്പും ഒക്കെ സ്വാഭാവികമായും ഉയർന്നു വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ സർവേയിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി വലിയ ആക്ഷേപങ്ങൾ മോദിക്കെതിരെയും NDA സർക്കാരിനെതിരെയും ഉന്നയിച്ചു. ആ നിലയിൽ മറുപടി പറയാൻ പ്രധാനമന്ത്രിയും ശ്രമിച്ചു. കോൺഗ്രസ് BJP രാഹുൽ മോദി അല്ലെങ്കിൽ മോദി രാഹുൽ എന്ന നിലയിലേക്കുള്ള ഒരു പരിഗണനയാണ് ഏറെക്കുറെ ഈ വിഷയങ്ങളിലാകെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ അഴിമതി പ്രശ്നം ജനങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നൊരു സൂചനയാണോ താങ്കൾക്ക് ഇതിൽ കിട്ടുന്നത്? അതേസമയം വികസനം ഗൗരവമായി ഇന്ത്യൻ ജനത എടുക്കുന്നു എന്നത് ഭരിക്കുന്നവരെ സംബന്ധിച്ചും ഭരണവിരുദ്ധ വികാരം വോട്ടാക്കാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചും പ്രത്യാശ പകരുന്നതാണോ? മറ്റ് അഴിമതി ആരോപണങ്ങൾ, റഫാലിന് പിന്നാലെ സ്പെക്ട്രം അഴിമതി ഇഷ്യൂ ഉന്നയിക്കൂ, അതുപോലെ തന്നെ വോട്ടിംഗ് മെഷീൻ ആക്ഷേപം ഉന്നയിച്ചു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി സജീവമായി വരാനുള്ളൊരു സാധ്യത ഈ ജനങ്ങളുടെ സൂചനകളിൽ കാണുന്നുണ്ടോ? അല്ല, ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രചാരണത്തിൽ ആര് മുന്നിട്ട് നിൽക്കുന്നു? അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP ആണ് മുന്നിട്ട് നിന്നത്. പ്രചാരണത്തിൽ കാരണം അത് ആ പ്രസംഗം തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വം, അത് പ്രസംഗിച്ച് ആൾക്കാരെ കൈവശത്തിൽ എടുക്കാനുള്ള ഒരു ശേഷി, ഒരു മാസ്മരികമായ ഒരു പ്രസംഗമാണ്. പക്ഷേ പ്രസംഗം എത്ര കാലം ഭരണബാധ്യതയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഈ പ്രസംഗം കൊണ്ട് എക്കാലവും ആളുകളെ പിടിച്ചിരുത്താം. ഒരു ഇലക്ഷൻ ജയിക്കാം, പക്ഷേ രണ്ടാമതൊരു ഇലക്ഷൻ ജയിക്കാൻ ഈ പ്രസംഗം മതിയോ? അതെനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിക്ക് മനസ്സിലായി. അദ്ദേഹം UP പോയി പ്രസംഗിച്ചല്ലോ.
ഇനി ഞാൻ മാത്രം പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ മാത്രം പ്രവർത്തിച്ചതുകൊണ്ട് ജയിക്കണം എന്നില്ല, നിങ്ങളും കൂടെ ഇറങ്ങി വരണം എന്ന് പറഞ്ഞു. അതാദ്യമായിട്ടാണ് നരേന്ദ്രമോദിയിൽ നിന്ന് അത്തരം ഒരു പ്രസ്താവന വരുന്നത്. ഞാൻ മാത്രം മതിയാവില്ല, എൻ്റെ പ്രസംഗം മാത്രം മതിയാവില്ല എന്ന് സാരം. അതുകൊണ്ട് ഈ 2004 ഇതായിരുന്നു സംഭവം. വാജ്പേയി ഗവൺമെൻറ് ഇന്ത്യ ഷൈനിങ് എന്നൊരു മുദ്രാവാക്യം, വ്യാപകമായ മുദ്രാവാക്യം. പക്ഷേ ഇന്ത്യയിലെ പാവപ്പെട്ട നിരക്ഷര കുക്ഷികളായ ജനങ്ങൾക്ക് എങ്ങും ഒരു തിളക്കം കാണാൻ കഴിഞ്ഞില്ല. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു തിളക്കം വന്നില്ല. ആ ഒരു തിളക്കം അവരുടെ ജീവിതത്തിൽ കിട്ടാത്തിടത്തോളം കാലം അവർ വാജ്പേയിയെ BJP വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ തയ്യാറാവുമായിരുന്നില്ല. അതുതന്നെ ഈ സ്ഥിതി വരുമോ എന്നുള്ളതാണ്. കാരണം ഒരു ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുക, അവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അല്ലാതെ ഭരണകർത്താക്കൾ പ്രതിമ പണിയാനും ക്ഷേത്രങ്ങൾ പണിയാനും ആരാധനാലയങ്ങൾ പണിയാനും പോവുകയല്ല വേണ്ടത്. അവരുടെ ജീവിതത്തിന് ആവശ്യമായ സഹായം എന്തു കൊടുക്കും? അതായത് കഴിഞ്ഞ UPA സർക്കാരിനെ വല്ലാതെ ബാധിച്ച അഴിമതി ആക്ഷേപങ്ങൾ ഈ സർക്കാരിന്റെ മേലും ഈ വിഷയത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന ഗൗരവപ്പെട്ട ഒരു സൂചന നൽകുന്നു എന്നാണോ ഈ പറഞ്ഞു വന്നത്? അല്ല, ഈ സൂചനകൾ യഥാർത്ഥ ജനങ്ങളുടെ ഒരു നേരത്തെ ശബരിനാഥ് പറഞ്ഞതുപോലെ ഒരു മൂഡ് ഓഫ് ദ നേഷൻ, മൂഡ് ഓഫ് ദ പീപ്പിൾ ആയിട്ട് കാണാമെങ്കിൽ അതിൻ്റെ സൂചന വ്യക്തമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ജനങ്ങൾ അഴിമതി ഒരു വിഷയമാണ്, റഫാൽ അഴിമതി ഒരു വിഷയമാണ്, ഭരണരംഗത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. എനിക്കൊന്ന് ശബരിനാഥ്, ഈ രാഹുൽ ഗാന്ധിയുടെ ഇഷ്യൂസിലുള്ള കൺസിസ്റ്റൻസിയിൽ ഇപ്പോൾ ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ആ ബഹുമാനം നേരത്തെ ഉണ്ട്. നിങ്ങളൊന്നും അംഗീകരിക്കത്തില്ലെന്നേ ഉള്ളത്. അതിപ്പോൾ ജനങ്ങൾ അത് പ്രൂവൺ ഫാക്ടറാണ്. പ്രൂവ് ചെയ്യുമ്പോൾ എല്ലാവരും അംഗീകരിക്കും. അല്ല, ഞാനൊക്കെ ഒന്നാം ദിവസം മുതൽ അദ്ദേഹത്തിന്റെ മെറ്റീരിയൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് പത്രക്കാരും ബാക്കി ആളുകളും കണ്ടെടുക്കുന്ന സമയങ്ങളും ഒരു പക്ഷേ കറക്റ്റാണ്. പക്ഷെ അതിപ്പോൾ എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിൻ്റെ ഒരു വിശ്വാസത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇത് മാത്രമല്ല, മറ്റൊരുപാട് വിഷയങ്ങളുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഘപരിവാർ അജണ്ടയാണ് രാമക്ഷേത്ര നിർമ്മാണം, ഓർഡിനൻസ് പോലെയുള്ള വിഷയങ്ങൾ. അത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്നതാണ് അടുത്ത ചോദ്യമായി ഉയരുന്നത്. അതിനു മുൻപ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. രാമക്ഷേത്രവും തെരഞ്ഞെടുപ്പും എങ്ങനെയാണ്? അഭിപ്രായ സർവേ നൽകുന്ന ഉത്തരങ്ങൾ കാണാം.